ഹായ് ഹലോ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വലിയ ലോങ് വീഡിയോ ഒന്നും അല്ല കേട്ടോ, സംതിങ് സ്പെഷ്യൽ. നമുക്കിന്ന് എന്തെങ്കിലും വെറൈറ്റി ട്രൈ ചെയ്ത് വയ്ക്കാമല്ലോ. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ യൂട്യൂബിലൊക്കെ ഒത്തിരി കണ്ടായിരുന്നു നമ്മുടെ ലാലേട്ടൻ്റെ ബനാന റോസ്റ്റ്. അത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് വയ്ക്കാമല്ലോ. സംഭവം കണ്ടപ്പോൾ ഇങ്ങനെ ആഗ്രഹമുണ്ട് ഒരു പ്രാവശ്യം ചെയ്യണം. അപ്പോൾ നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ബനാന ഡിസേർട്ട് ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞൂലേ, പക്ഷെ നമ്മുടെ പഴത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് ഒരു പിടിയിലാട്ടാ. മൃത്യു വരിച്ചു എന്ന് പോലും അറിയില്ല. 2 വീക്സ് ആയിട്ട് അത് ഇങ്ങനെ ഫ്രിഡ്ജിലിരിക്കുക. കണ്ടിട്ട് വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. നമുക്ക് കട്ട് ചെയ്തിട്ട് നോക്കാം. കട്ട് ചെയ്തപ്പോൾ ഇച്ചിരി പഴുപ്പ് വീണെന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ കേട്ടോ. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്നങ്ങ് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പഴമൊക്കെ കട്ട് ചെയ്തെടുത്തു. നമുക്ക് പിന്നെ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വാനില ഐസ്ക്രീം വേണം, ശർക്കരപ്പൊടി വേണം, ഹണി വേണം, തേങ്ങ വേണം, അതുപോലെ തന്നെ നെയ്യും വേണം. തേങ്ങ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്രോസൺ കിട്ടാനുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ ഫ്രോസൺ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ഓവനിൽ വെച്ച് ചൂടാക്കി എടുത്തു കേട്ടോ. ഇത് നമ്മുടെ ഫ്രൈ പാൻ ചൂടാക്കാൻ വെക്കുക. ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഈ നെയ്യ് നല്ലോണം ഒന്ന് മെൽട്ടായി കഴിയുമ്പം ആ ഫ്രൈ പാനിൽ എല്ലാവിടേക്കും നെയ്യ് എത്താനായിട്ട് ഒന്ന് ഫ്രൈ പാൻ ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നെയ്യ് എല്ലാ സൈഡിലേക്ക് എത്തും. നമുക്ക് ഫസ്റ്റത്തെ പണി എന്ന് പറയുന്നത് ഈ നെയ്യിൽ നമ്മുടെ പഴത്തിന് ഒന്നങ്ങ് മുരിയിച്ചെടുക്കണം കേട്ടോ. അപ്പം നെയ്യിൽ കിടന്ന് അതങ്ങോട്ട് മുരിച്ച് വരണം. എന്നിട്ടാണ് നമ്മുടെ ബാക്കി പണി ചെയ്താൽ. അപ്പോൾ എന്തായാലും നെയ്യൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട്. എനിക്കൊന്നും നോക്കാനില്ല. ആ പഴം കട്ട് ചെയ്ത് വെച്ചത് ഓരോന്നിട്ട് അങ്ങനെ എടുത്തിടുക. അപ്പോൾ ഇച്ചിരി വലിയ ഫ്രൈ പാനൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് എല്ലാം കൂടെ അങ്ങ് മൊരിയിച്ചെടുക്കാം. ചെറുതെടുക്കുകയാണെങ്കിൽ പിന്നെ 2-3 ട്രിപ്പായിട്ട് ചെയ്യേണ്ടി വരും. ട്രിപ്പ് എന്ന് വെച്ചാൽ ഉദ്ദേശിച്ച തവണ എന്നാണ്, അല്ലാതെ നമ്മൾ ട്രിപ്പ് പോകാമെന്നല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ ശർക്കര പൊടിയിട്ട് കൊടുത്തു. ശർക്കരയിൽ നല്ലോണം അങ്ങ് വിളയട്ടെ കേട്ടോ. ശർക്കരയിൽ കിടന്ന് അങ്ങോട്ട് വല്ലാണ്ട് അങ്ങോട്ട് വിളയണ്ട, അത്രയും നിൽക്കട്ടെ. ഇനി നമുക്കിതിലോട്ട് നമ്മളുടെ ഫ്രോസൺ തേങ്ങ നമ്മൾ ചൂടാക്കി തന്നെ അതിട്ട് കൊടുക്കുക. ഇനി ആ തേങ്ങയിൽ കിടന്ന് തേങ്ങയും പഴവും ശർക്കരയുടെ പൊടിയും എല്ലാം കൂടെ മിക്സായിട്ട് നല്ലോണം അങ്ങോട്ട് മൊരിയട്ടെ. അങ്ങോട്ട് മൊരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പകുതി പണി കഴിഞ്ഞു. പിന്നെ അത് ചൂടോടുകൂടി തന്നെ നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. ഇനിയിപ്പോൾ അതേ പാത്രത്തിലോട്ട് മാറ്റി ഇനി ഇത് അതിൻ്റെ വലിയ ഒരു സംഭവം വരാൻ പോണത്. അതായത് ഇനി ഇതിലോട്ട് നമ്മൾ വാനില ഐസ്ക്രീമിൻ്റെ 2-3 സ്കൂപ്പ് ഇട്ട് കൊടുക്കണം. അതാണ് നമ്മുടെ ഇതിൽ ഹൈലൈറ്റ് സംഭവം കേട്ടോ. ഭയങ്കര പ്രതീക്ഷയിലാണ്. കാരണം ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ കണ്ടപ്പോൾ തുടങ്ങി ചെയ്യണം എന്ന് വിചാരിച്ച് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോയൊരു സംഭവമാണ്. എന്തായാലും 2-3 സ്കൂപ്പ് തന്നെ ഇങ്ങോട്ട് ഇടാം. എന്തായാലും ഒരു ഫാമിലി പാക്കറ്റ് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഫാമിലി പാക്ക് ഐസ്ക്രീം. എന്നാൽ പിന്നെ നമുക്ക് ഇച്ചിരി അധികം ഇടാം. ഇനി അതിൻ്റെ മേലെ കുറച്ച് ഹണിയും കൂടെ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി കഴിച്ചു നോക്കിയിട്ട് ബാക്കി റിസൾട്ട് പറയാം. ഇനി ക്ഷമിച്ച് നിൽക്കാനായിട്ട് ഒട്ടും ക്ഷമയില്ല, പിടിച്ച് നിൽക്കാനായിട്ടും സമയമില്ല. അപ്പോൾ നമ്മൾ വേഗം സംഭവം കഴിച്ചു നോക്കട്ടെ കേട്ടോ. ഞാൻ തന്നെ ടെസ്റ്റ് ചെയ്യാം, ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ ടെസ്റ്റ് ചെയ്യണമല്ലോ. സൂപ്പറാണ്, മസ്റ്റ് ട്രൈ ആണ്. ലാലേട്ടൻ നിങ്ങൾ സൂപ്പറാണ്, സൂപ്പർ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ.